സുമിത്രേച്ചി, സുമിത്രേച്ചി കരയ? ഏയ് അല്ല, നുണ. ചേച്ചി നന്നായി കരഞ്ഞിട്ടുണ്ട്. കൗൺസിലിംഗ് കഴിഞ്ഞു അല്ലേ? വിവരം അറിഞ്ഞു വരാൻ പ്രേമേട്ടൻ പറഞ്ഞു. അതാ വന്നേ. പ്രേമനോട് പറഞ്ഞോളൂ, സുമിത്ര എല്ലാവർക്കും കൊടുത്ത വാക്ക് പാലിച്ചു, കാലു മാറിയില്ലെന്ന്. ഇനി ലോകത്തിന് സുമിത്രയെ പറ്റി ഒരു സംശയം ആശങ്കയും വേണ്ട. പ്രസാദും സുമിത്രയും വഴി പിരിഞ്ഞിരിക്കുന്നു. കഥ ശുഭപര്യവസായിയായിരിക്കുന്നു. ലോകത്തിന് ഇനി സമാധാനമായിട്ട് ഉറങ്ങും. പ്രേമിനോട് പറഞ്ഞോളൂ. സുമിത്രേച്ചി, അപ്പോ സുമിത്രേച്ചിക്ക് ഇതിൽ താല്പര്യമില്ലായിരുന്നു? പക്ഷേ മുമ്പൊക്കെ പലപ്പോഴും ശരിയാണ്, ഞാൻ ആഗ്രഹിച്ചിരുന്നു. പ്രസാദേട്ടനെ ഞാൻ മനസ്സുകൊണ്ട് പലവട്ടം ഉപേക്ഷിച്ചിരുന്നു. നീതിയും നിയമവും എത്രയും വേഗം എന്നെ ആ മനുഷ്യനിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ശരിയാണ്, പക്ഷെ ഇപ്പൊ എന്റെ മുമ്പിലെ പ്രസാദേട്ടന്റെ മുഖം മറ്റൊന്നാണ്. അത് എത്രയോ നാൾ എന്നെ സംശയിക്കും, നോവിക്കുകയും ചെയ്ത ഒരു സാഡിസ്റ്റിന്റെ മുഖം അല്ല താരം. ആ പുതിയ പ്രസാദേട്ടൻ എനിക്ക് അത്ഭുതമാണ്. പകയുടെയോ പരാതിയുടെയോ പരിഭവത്തിന്റെയോ നിഴൽ പോലും ഇല്ലാത്ത ആ പുതിയ മുഖം. വേദന മാത്രമേ ഉള്ളൂ ഇപ്പൊ അവിടെ. ആ മനുഷ്യനോടാണോ യുദ്ധമെന്ന് ഓരോ നിമിഷവും എന്റെ മനസാക്ഷി എന്നോട് ചോദിക്കുന്നു. കോടതിയും നീതിയും ലോകവും എല്ലാം ഈ യുദ്ധത്തിൽ ജയിക്കും. പക്ഷെ എനിക്ക് തോൽവിയുണ്ടാവും. ഞാൻ തോൽക്കുമ്പോൾ ഉറപ്പായി ഞാൻ തോറ്റുപോകും. കാരണം മരണം വരെ ആ മുഖം എന്നെ പിന്തുടരും. തെറ്റ് ചെയ്തെന്ന ബോധം എന്നെ വിട്ട് പോവില്ല താരം. അതൊക്കെ സുമിത്രേച്ചിയുടെ തോന്നല. എന്ത് തെറ്റാ സുമിത്രേച്ചി ചെയ്തത്? ഒന്നുമില്ല. പരമാവധി പൊരുത്തപ്പെടാനും സഹിക്കാനും നോക്കിയില്ലേ? ഗത്യന്തരം ഇല്ലാതെയല്ലേ ഈ തീരുമാനത്തിലെത്തിയത്. അപ്പൊ പിന്നെ ഒരു മനസാക്ഷിയുടെയും ചോദ്യം ചെയ്യലുണ്ടാവില്ല. മനസാക്ഷി കുത്തും കുറ്റബോധവും പ്രസാദേട്ടന്റെ ഭാഗത്തേ ഉണ്ടാവും. കാരണം തെറ്റവിടെയാണ്. സുമിത്രേച്ചി ഓരോന്ന് പറഞ്ഞ് സ്വയം പഴിക്കരുത്. കഴിഞ്ഞതിനെ പറ്റി വീണ്ടും വീണ്ടും ഓർക്കാനും പാടില്ല. ഇനി പുതിയ ജീവിതത്തെപ്പറ്റി മാത്രമേ ആലോചിക്കാവൂ. കേൾക്കുന്നുണ്ടോ?
ഇനി നിന്റെ തീരുമാനം എന്താണ്? വിശേഷിച്ചെന്താ, ഈ ജീവിതം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും. ഓഹോ, എത്ര കാലം? ജീവിതത്തിന് ഇഷ്ടമുള്ള കാലത്തോളം. മരിക്കാതിരിക്കാനുള്ള വരമൊന്നും അമ്മയ്ക്ക് കിട്ടിയിട്ടില്ല. എന്റെ മോൻ അങ്ങനെ ഒരു ധാരണയുള്ളതുപോലെ തോന്നുന്നു. എന്നും ഈ അമ്മ കൂടെ ഉണ്ടാവുമെന്ന്. നമ്മൾ എന്തിനാ ഇപ്പം ആവശ്യമില്ലാത്ത കാര്യത്തെ പറ്റി സംസാരിക്കുന്നത്? അമ്മ ഒരു പ്ലേറ്റ് എടുത്തോണ്ട് വാ. ഈ ചോറ് അല്പം കൂടുതലാ, ഷെയർ ചെയ്യാം. ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നിട്ട് ഷെയർ ചെയ്യേ. ഞാൻ പെണ്ണ് കെട്ടിയവനല്ലേ, അതുകൊണ്ട് ഞാൻ തൃപ്തനാണ്. ഇപ്പൊ എനിക്ക് നിന്റെ ഉള്ളിലിരിപ്പ് മനസ്സിലായി. നിന്നെ വേണ്ടെന്ന് വെച്ചിട്ടും മനസ്സിൽ ഇപ്പോഴും അവളാണ് അല്ലേ? മനുഷ്യനായ കുറെയൊക്കെ വീറും വാശിയൊക്കെ വേണം പ്രസാദേ. അവള് വിവാഹബന്ധം വേണ്ടെന്ന് വെച്ചത് സന്യസിക്കാനല്ല, പുതിയൊരാളോടൊത്ത് ജീവിക്കാനാ. നീയോ? സന്യസിക്കാനുമല്ല, പുതിയൊരു ജീവിതത്തിനുമല്ല. സുമിത്ര ആഗ്രഹിച്ചു, ഞാനത് സമ്മതിച്ചു, അത്രമാത്രം. ഇങ്ങനെ അമ്മയെ സംസാരിച്ച് തോൽപ്പിച്ചതുകൊണ്ട് ഒരു കാര്യവും ഇല്ല പ്രസാദേ. കാലം എന്നും ഒരുപോലെ ആയിരിക്കില്ല, ആ ഓർമ്മ വേണം. അതെ, ഡോക്ടർ രേഖയെ താല്പര്യമില്ലെങ്കിൽ വേണ്ട. പക്ഷേ താല്പര്യമുള്ളത് നോക്കാമല്ലോ. താല്പര്യമുള്ളതോ? മനസ്സിലായില്ല. മനസ്സിലായി, അത് ഭാവിക്കുന്നില്ലെന്നേ ഉള്ളൂ. അമ്മ ഏത് ഭാഷയാണ് സംസാരിക്കുന്നത്? മലയാളം തന്നെയാണോ? എനിക്ക് പിടികിട്ടുന്നില്ല. യമുനയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. യമുന? അമ്മ അമ്മ എന്താ ഈ പറയുന്നത്? എന്താ ഇത്ര ഞെട്ടാൻ? കഴിഞ്ഞ ഒരു ദിവസം TV-യിൽ അവളുടെ ഇന്റർവ്യൂ വളരെ താല്പര്യത്തോടെ ഇരുന്ന് കാണുന്ന കണ്ടല്ലോ. അവളുടെ ഫോൺ നമ്പറിന് വേണ്ടി വിശാലിനെ വിളിക്കുക, വീടിന്റെ പ്ലാൻ വരയ്ക്കുക. അത്രയും താല്പര്യം എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പം എന്തായിരുന്നു നിന്റെ മറുപടി? ആപത്തിൽ സഹായിച്ചതിന്റെ ഓർമ്മയാണെന്ന്. അതെ, ഇപ്പോഴും അത് തന്നെയാ പറയുന്നത്. ആപത്തിൽ സഹായിച്ചതിന്റെ ഓർമ്മ. ഓർമ്മ മാത്രമല്ല, കടപ്പാടും. ഞാനും അത് തന്നെ പറയുന്നത്. ആപത്തിൽ സഹായിച്ച യമുനെ താലി കെട്ടി ഇങ്ങ് കൊണ്ടുവരുന്നതിൽ ഒരു തെറ്റുമില്ലെന്ന്. അമ്മ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചോളാം. സത്യമാടാ അമ്മ പറയുന്നത്. യമുനയെന്നല്ല, നിനക്കിഷ്ടമുള്ള ഏത് കുട്ടിയായാലും അമ്മയ്ക്ക് സമ്മതാ. എനിക്കതറിയാം, പക്ഷേ ഞാനും സത്യമാണ് പറയുന്നത്. എന്റെ മനസ്സിൽ യമുനയെന്നല്ല ഒരാളും ഇപ്പോഴില്ല. ഒരാളും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇക്കാര്യം ഞാൻ പറയരുത്. മോളെ, ഈ ചായയെങ്കിലും കഴിക്ക. രാവിലെ തൊട്ട് ഒരു വക കഴിച്ചിട്ടില്ല. വേണ്ട രാമേട്ടാ, എനിക്കൊന്നും കഴിക്കാൻ പറ്റില്ല. എന്നെ ഒന്ന് രക്ഷപ്പെടുത്തോ? ഏത് നരകത്തിലും ഞാൻ പോയിക്കോളാം. ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാ മതി. പേടിയാവുന്നു രാമേട്ട. എല്ലാം അവസാനിക്കാൻ പോവാന്ന് തോന്നുന്നു. അങ്ങനെ അറം പറ്റുന്ന വർത്തമാനം ഒന്നും പറയല്ലേ മോളെ. എന്റെ ജീവൻ പോയാലും ശരി, മോളെ ഞാൻ ഇവിടുന്ന് രക്ഷിച്ചിരിക്കും. എന്തെങ്കിലും ഒരു വഴി തെളിയും. മോള് വിഷമിക്കാതെ ഈ ചായ കുടിച്ചേ. വേണ്ട,
ഒന്നും വേണ്ട രാമേട്ട. ഏത് നിമിഷവും അയാൾ ഇവിടെ എത്തും. എന്നെ കൊണ്ടുപോയി ആ സിംഗിന്റെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കും. എങ്കിൽ പിന്നെ ഈ ഭൂമിയിൽ യമന ഉണ്ടാവില്ല. മോളെ മോളെ ആരാ? അതൊക്കെ വഴിയെ പിടികിട്ടും. ഇവിടുത്തെ വേലക്കാരനല്ലേ രാമൻ? അതെ. ആരാണെന്ന് പറയാതെ? ആരാണെന്ന് പറയാതെ ഇതിനകത്തെ കയറാൻ പാടില്ലേ? ദേ നിന്ന് കൊച്ചു വർത്താനം പറയാതെ കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുപാടോ. ആ പിന്നെ ചായയും കാപ്പിയും ഒന്നും വേണ്ട, ജ്യൂസ് മതി. ഓറഞ്ചോ ഗ്രേപ്സോ അങ്ങനെ എന്തെങ്കിലും. ആ ആ ചെല്ല് ചെല്ല്. എന്താ പറഞ്ഞത് കേട്ടില്ലേ? ചെല്ലാൻ. ചുമ്മാ ആരെങ്കിലും കയറി വന്ന് ജ്യൂസ് ചോദിച്ചാ? ഇത് ഹോട്ടലൊന്നുമല്ല. ആരാണെന്ന് പറയണം. തനിക്ക് എന്നെ അറിയില്ലെങ്കിലും അറിയുന്ന കക്ഷികൾ ഇവിടെ ഉണ്ട്. അത്ര നിർബന്ധമാണെങ്കിലേ നേരിട്ട് എന്ന് ചോദിച്ചു നോക്ക്. നീ എപ്പോ വന്നു? ഇപ്പൊ വന്നതേ ഉള്ളൂ സാറേ. ഞാൻ ആരാ ഏതാണെന്നൊക്കെ ഇദ്ദേഹത്തിന് അറിയണോ അത്രേ. ഇന്റർവ്യൂ നടക്കുക. രാമ, ഓ, ഇത് സരസമ്മ. യമുനയ്ക്കറിയാം ഇല്ലേ യമുനെ? ആ, ഇനി മുതൽ സരസമ്മ ഇവിടെയാ സ്ഥിരം, യമുനയുടെ കാവലാളായിട്ട്. ഇവളെ നിയമിച്ചതിന്റെ കാരണം എന്താണെന്ന് രാമരാജ ബഹദൂറിന് അറിയാമോ? നിന്റെ സേവനത്തിലുള്ള വിശ്വാസം കൊണ്ട്. ഇനി അങ്ങോട്ട് കള്ളനെ കാവലേൽപ്പിക്കണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. മനസ്സിലാവുന്നുണ്ടോ രാമ? ഓ. ഏയ്, മുഴുവനായും മനസ്സിലായി കാണില്ല. പാമ്പാണെങ്കിലും പഴയതാണ് നല്ലതെന്ന് കേട്ടിട്ടില്ലേ? ഇവളില്ലേ ഒരു പഴയ പാമ്പാ. ഈ പാമ്പിന്റെ നീളവും വണ്ണവും വിഷപ്പല്ലിന്റെ എണ്ണവും വിഷത്തിന്റെ അളവും എല്ലാം എനിക്ക് ബൈഹാർട്ടാ. പക്ഷെ ഇത്രയും കാലം കൂടെ നിന്നിട്ട് നിന്റെ ഉള്ളിലെ വിഷം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അത് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഐ ആം സെൻഡിങ് യു ഔട്ട്. നിന്നെ പുറത്താക്കിയിരിക്കുന്നുവെന്ന് ഇപ്പൊ മുഴുവനും പിടികിട്ടി കാണും. എടുക്കാവുന്നൊക്കെ എടുത്തോണ്ട് വേഗം സ്ഥലം വിടാൻ നോക്ക്. വേഗം.